തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ശക്തമായ മഴയിൽ 71കാരുടെ വീട് തകർന്നു. കുന്നത്തുകാൽ സ്വദേശി സുഭദ്രയുടെ വീടാണ് പൂർണ്ണമായും തകർന്നത്. പിന്നെ ഒട്ടും ഇല്ല, എപ്പോഴും കയറി ഇറങ്ങി പരാതി പറയുന്ന അല്ലാതെ അവർ ഒന്ന് തിരിഞ്ഞു നോക്കിയോ വന്ന് നോക്കിയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് സാമ്പത്തികമായ ഞെരുക്കത്തിലും ബുദ്ധിമുട്ടിലുമാണ്. അതുകൊണ്ട് ഗവൺമെൻറ് പരമായി എന്തെങ്കിലും ഞങ്ങൾക്ക് ഒരു സഹായം ചെയ്തു തരണം. വിവരങ്ങളുമായി പ്രദീപ് പാറശാല ചേരുന്നു. പ്രദീപ്, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് പൂർണ്ണമായും ആ ഒരു വീട് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? പറയുന്നത് പോലെ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തോരാത്ത മഴയാണ് ഈ പ്രദേശങ്ങളിൽ. നമ്മുടെ പാറശാല നെയ്യാറ്റിൻകര ഭാഗത്താണ് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത്. സംഭവിച്ചത് പാറശാല കുന്നത്തുകാലിലാണ് ഇത്തരത്തിൽ മഴക്കെടുതിയിൽ വീട് പൂർണ്ണമായും തകർന്നത്. അതിലുപരി പറയാനുള്ള ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന സഹോദരങ്ങളാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത്. അവർ താമസിക്കുന്ന ഒരു വീടുമാണ്. കഴിഞ്ഞ ഒത്തിരി നാളുകളായി ഇത്തരത്തിൽ വീട് തകർന്നിരിക്കുന്ന കാരണങ്ങൾ കാണിച്ചുകൊണ്ട് അപേക്ഷകൾ നിരവധി തവണ പഞ്ചായത്ത് കൊടുത്തെങ്കിലും ഇവരുടെ ഈ ഒരു അപേക്ഷ സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നുള്ള ആരോപണങ്ങളും മറ്റുള്ള ആൾക്കാരും സമീപവാസികളും പറയുന്നുണ്ട്. കുന്നത്തൂർ പഞ്ചായത്തിലെ അരുവിയോട്ടിൽ സുഭദ്ര എന്ന 73കാരിയും സഹോദരങ്ങളായ ബാലചന്ദ്രൻ, വിജയൻ തമ്പി എന്നിവർ കഴിയുന്ന വീടാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഇത്തരത്തിൽ തകർന്നിരിക്കുന്നത്. നിലവിൽ ഈ തകർന്ന വീടിനുള്ളിൽ ചോർന്നൊലിക്കുന്ന ഈ വീടിനുള്ളിൽ തന്നെയാണ് ഇവർ ഇത്രയും ദിവസം കഴിഞ്ഞു വന്നിരുന്നു എന്നുള്ള ഒരു മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ വാർത്ത എടുക്കാൻ പോയ സമയത്ത് കണ്ടത് തന്നെ. ഇത്തരത്തിൽ ഇന്ന് നിലവിൽ അവരെ സാഹചര്യം ഇതുവരെ നിലവിൽ ഉച്ചവരെ മറ്റുള്ള ആരും വന്നിട്ടില്ല എന്നുള്ള ആരോപണങ്ങളാണ് സമീപവാസികൾ ഉന്നയിക്കുന്നത്. എന്തായാലും വൈകുന്നേരത്തടക്കം ഇത്തരത്തിൽ വന്നില്ലെങ്കിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് BJPയും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും എന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ദീപ്തി, ശരി. നെയ്യാറ്റിൻകരയിൽ ശക്തമായ മഴയിൽ 71കാരുടെ വീട് തകർന്നിരിക്കുകയാണ്. കുന്നത്തുകാൽ സ്വദേശി സുഭദ്രയുടെ വീടാണ് പൂർണ്ണമായും തകർന്നത്. പ്രദീപ് പാറശാലയാണ് വിവരങ്ങൾ നൽകിയത്.